ശ്രീ ജോർജ് പുരിപാറ, ഇപ്പോൾ NCP അധ്യക്ഷൻ PC ചാക്കോ ഇപ്പോൾ പറയുന്നത് മന്ത്രിസ്ഥാനമില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. ഇതുവരെ മന്ത്രിമാറ്റത്തിൽ കുഴപ്പമില്ല എന്നാണ്. മന്ത്രിമാറ്റം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. മന്ത്രിമാറ്റത്തിനു വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയെന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. പവാറിനെ പോയി കണ്ട് അതുവഴിയുള്ള സമ്മർദ്ദം, മുഖ്യമന്ത്രിയെ പലവട്ടം കാണാനുള്ള ശ്രമം, പരസ്യ പ്രതികരണങ്ങൾ, ഇതൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ പറയുന്നു ഒരു കുഴപ്പവുമില്ല, മുന്നണിയിൽ തന്നെ തുടരും, മന്ത്രിമാറ്റം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? PC ചാക്കോയുടെ മനം മാറ്റത്തിന് പിന്നിൽ എന്താണ്? നമുക്കറിയാം, ഈ NCP ഒറ്റനോട്ടത്തില് നമുക്ക് തോന്നാവുന്ന ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ആർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി, ആ ഘടകകക്ഷിയിൽ ഏത് MLA മന്ത്രിയാകണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും മിനിമം അവർക്കില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഈ വിഷയം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നൊരു കാര്യമാണ്. അത് സ്മൃതിക്കും തോന്നുന്നുണ്ടാവും, ശ്രീ ജയരാജനും തോന്നും. അങ്ങനെയാണല്ലോ സാധാരണ പതിവ്. ഓരോ ഘടകകക്ഷി, ഇപ്പൊ CPIയിലെ മന്ത്രിമാർ ആരെല്ലാം ആകണമെന്ന് CPM തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗിലെ മന്ത്രിമാർ ആരാകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്ന ഒരു ഘട്ടം വന്നാൽ എങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് പോവുക? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ AK ശശീന്ദ്രൻ മന്ത്രിയാകണോ അതോ 2 MLA-മാരിൽ മറ്റൊരാളായ തോമസ് കെ തോമസ് മന്ത്രിയാവണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ആ പാർട്ടിക്കുള്ളതാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അതാണ് അതിന്റെ ശരി. പക്ഷെ ഇവിടെ സവിശേഷമായ ഒരു സാഹചര്യമുണ്ട്. അതായത് ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രി അടങ്ങുന്ന അല്ലെങ്കിൽ CPM ഈ NCPക്ക് മന്ത്രിസ്ഥാനം കൊടുത്തത് തന്നെ ഒരു ഔദാര്യം പോലെയാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു പാർട്ടി 3 സീറ്റ് മത്സരിച്ചു, 2 സീറ്റ് ജയിച്ചു. അതിലൊന്ന് AK ശശീന്ദ്രനായിരുന്നു, മറ്റൊന്ന് തോമസ് P. തോമസ് ആണ്, കുട്ടനാട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, AK ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ CPM-ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് തീരെ താല്പര്യമില്ല. തോമസ് കെ തോമസിനെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം മാനിപ്പുലേഷന് ശ്രമിക്കുന്നു. അദ്ദേഹം മറ്റു ചില രീതിയിൽ സ്വാധീനിച്ച്, പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഫർ നൽകി സ്വാധീനിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ഒരു കുറുമുന്നണിക്കുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെയുള്ള കോവൂർ കുഞ്ഞുമോനെയും ആന്റണി രാജുവിനെയും പാട്ടിലാക്കാൻ ചില കാര്യങ്ങൾ ആന്റണി രാജു എന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു. മുഖ്യമന്ത്രി അത് കോവൂർ കുഞ്ഞുമോനോട് നേരിട്ട് ചോദിക്കുന്നു, ഇദ്ദേഹത്തോടും ചോദിക്കുന്നു, ഇവർ നിഷേധിക്കുന്നു. പിന്നീട് NCP ഒരു കമ്മീഷനെ വെക്കുന്നു. കമ്മീഷൻ ഇതിനകത്ത് തോമസ് കെ തോമസ് ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തുന്നു. പക്ഷെ അതിനിടയിൽ PC ചാക്കോ വളരെ ശക്തമായിട്ട് തോമസ് കെ തോമസിനൊപ്പം ശരത് പവാറിനെ കാണുന്നു. പവാർ തോമസ് കെ തോമസ് മന്ത്രിയാകാൻ പറയുന്നു, അല്ലെങ്കിൽ മന്ത്രിയാകട്ടെ എന്ന നിലപാടെടുക്കുന്നു. അത് ഡൽഹിയിൽ അക്കാര്യം ഡൽഹിയിലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ, പ്രകാശ് കാരാട്ടിനെ അടക്കം അറിയിച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഒന്നും കേരളത്തിൽ വരുമ്പോൾ ഇതൊന്നും നടപ്പാകുന്നില്ല. ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു. ഇദ്ദേഹം അതിന് എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ശക്തി പകരുന്ന രീതിയിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി പാർട്ടിയിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാകാനുള്ള നീക്കത്തെ നമ്മുടെ AK ശശീന്ദ്രൻ മന്ത്രി ശക്തമായിട്ട് അട്ടിമറിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ആലപ്പുഴ സമ്മേളനത്തിലൊക്കെ കഴിഞ്ഞ ദിവസം വന്ന ഒരു പൊതുധാരണ, അതായത് CPM-ന്റെ ശക്തി കേന്ദ്രമായ കുട്ടനാട്ടിൽ, ഒരുപക്ഷെ കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളുള്ള കുട്ടനാട്ടിൽ, ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികളുള്ള കുട്ടനാട്ടിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവിതാംകൂറിലെ പ്രവർത്തനത്തിന്റെ, അല്ലെങ്കിൽ വിപ്ലവ പ്രവർത്തനത്തിന്റെ ഈറ്റില്ലമായി മാറിയ ഒരു കാലത്ത് നമുക്കറിയാം. അങ്ങനെയുള്ള കൊയ്ത്ത് സമരവും പതമ്പ് സമരവും ഒക്കെ ആയിട്ട് വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് കളമൊരുക്കിയ കുട്ടനാട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ ക്ലോക്ക് ചിഹ്നത്തിൽ അവിടെ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത, പേരിന് മാത്രം സ്വാധീനമുള്ള ഒരു പാർട്ടി തുടർച്ചയായിട്ട് അവിടെ മത്സരിക്കുകയും അവിടെ ജയിക്കുകയും എന്നിട്ട് അവകാശവാദം ഉന്നയിക്കുകയും പാർട്ടിയെ തന്നെ പലപ്പോഴും CPM-നെ തന്നെ ഈ പറഞ്ഞ പോലെ വട്ടം ചുറ്റുന്ന, അല്ലെങ്കിൽ ഒരു ടൈറ്റ് കോർണർ ആക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തുന്നു. എന്നാൽ പിന്നെ ഇതങ്ങ് അവസാനിപ്പിച്ച് കുട്ടനാട് സീറ്റ് അങ്ങ് ഏറ്റെടുത്തിട്ട് അടുത്ത തവണ അവിടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ചിഹ്നത്തിൽ പാർട്ടിയുടെ ഒരു സഖാവ് മത്സരിച്ച പോരെ എന്നൊരു ചിന്താഗതി പാർട്ടി അണികൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമാണ്. അപ്പൊ അതിന്റെ ഒരു പാഠം, അല്ലെങ്കിൽ അത് എവിടെ ചെന്ന് എത്തുമെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും PC ചാക്കോയ്ക്കും കൃത്യമായിട്ട് മനസ്സിലായി. PC ചാക്കോ ചില കാര്യങ്ങളിലൊക്കെ ശശീന്ദ്രനോട് എതിരാണെങ്കിലും NCP എന്ന പ്രസ്ഥാനത്തിന് എത്രത്തോളം ബലമുണ്ടെന്നും ആ പ്രസ്ഥാനം ഏത് ബലത്തിലാണ് ഇങ്ങനെ നിലനിൽക്കുന്നതെന്നും
ആ ബലമില്ലാതായാൽ എന്ത് സംഭവിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല, ഇനി ഒരു മുന്നണി മാറ്റത്തിനുള്ള ആരോഗ്യമൊന്നും തൽക്കാലം ആ പാർട്ടിക്കില്ല. പി.സി. ചാക്കോ അധ്യക്ഷനായ ഒരു പാർട്ടിയെ കോൺഗ്രസ് അത്ര ആവേശത്തോടുകൂടി സ്വീകരിക്കില്ല എന്ന കാര്യത്തിലും സോണിയാഗാന്ധിക്കെതിരെ നേരത്തെ പി.സി. ചാക്കോ നടത്തിയ പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണല്ലോ അദ്ദേഹം പാർട്ടി വിട്ടത്. അതൊന്നും അങ്ങനെ കോൺഗ്രസ് പലപ്പോഴും മറക്കാനും സാധ്യതയില്ല. സാധ്യതയില്ല. അപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ NCPക്ക് എന്ത് വില കൊടുത്തും LDFൽ തുടർന്നേ മതിയാവൂ. അത് പി.സി. ചാക്കോ എന്ന് പറയുന്ന അനുഭവസമ്പന്നനായ രാഷ്ട്രീയ നേതാവിന് അറിയാം. ഇപ്പോഴത്തെ NCP സംസ്ഥാന അധ്യക്ഷനറിയാം. മാത്രമല്ല, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാശി പിടിച്ചാൽ മന്ത്രിസ്ഥാനം കിട്ടിയതിൽ AK ശശീന്ദ്രനെ ഒരുപക്ഷെ മാറ്റാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ പിന്നീട് NCPക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാവില്ല. മന്ത്രിസ്ഥാനം മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റും ഉണ്ടാവില്ല. ചിലപ്പോ വേറെ സീറ്റുകൾ ഉണ്ടായില്ല എന്ന് വരാം. അപ്പൊ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കരണീയമായ ഒരേ ഒരു മാർഗം മാന്യമായ ഒരു പിന്മാറ്റമാണ്, അന്തസ്സുള്ള ഒരു കീഴടങ്ങൽ എന്ന് വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ വാക്ക്, അല്ലെങ്കിൽ നിലപാടിൽ അതല്ല മറ്റെന്തെങ്കിലും വാഗ്ദാനത്തിന്റെ പുറത്താണോ എന്ന ചോദ്യം കൂടി അവിടെ ഉണ്ടല്ലോ. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ പുറത്തു വന്നിട്ടില്ല. ശരി, അത്